കടന്നു വന്നിരിക്കുന്നത് വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ പുണ്യഭൂമിയിലേക്കാണ്. കേരളത്തിലെ ശാന്തസുന്ദരമായ സ്ഥലം. അവിടെ നെൽവയലുകൾക്കും പുഴകൾക്കുമിടയിൽ പമ്പാ നദിക്കരികിൽ സ്ഥിതി ചെയ്യുന്ന കുട്ടനാട്ടിലെ എടത്വ എന്നറിയപ്പെടുന്ന പുണ്യഭൂമി, വള്ളംകളിക്ക് പ്രശസ്തമായ സ്ഥലം. കിളികളുടെ കളകളാരവം മുഴങ്ങുന്ന മരച്ചില്ലകളും ദേശാടന കിളികളുടെ ഇഷ്ടസ്ഥലവുമായ നെൽവയലുകളും നിറഞ്ഞതാണ് ഈ കൊച്ചു ഗ്രാമം. അവിടെയാണ് ഈ പുണ്യപുരാതനമായ ചരിത്രങ്ങൾ പറയുന്ന പുണ്യാളൻ്റെ ഈ മനോഹരമായ ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. ഇനി ഞാൻ അനുഗ്രഹമായ ഈ മുറ്റത്തു നിന്നും വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ തിരുനടയിലേക്ക്, വിശുദ്ധൻ്റെ തിരുസ്വരൂപം ഇരിക്കുന്ന ആ പള്ളിയിലേക്ക് പ്രവേശിക്കുകയാണ്. നേരത്തെ ഈ മുറ്റം നിറയെ മനോഹരമായ ചരലുകളായിരുന്നു. കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ ഈ ഇടം ഇന്റർലോക്കിലേക്ക് മാറിയിട്ട്. എങ്കിലും 4 വശവും വളരെ മനോഹരമായിരിക്കും. ഇനിയും നമ്മൾ കടന്നു വരുന്നത് പെരുന്നാൾ സമയത്താണ്. പെരുന്നാൾ സമയത്തെ വിശേഷങ്ങളാണ് ഇനി നമ്മൾക്ക് ഈ വീഡിയോയിൽ കൂടി കാണാൻ പോകുന്നത്. വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ ചരിത്രവും വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ അനുഗ്രഹങ്ങളും ഒക്കെയാണ് ഇന്നത്തെ നമ്മളുടെ ഈ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതിവിശാലവും മനോഹരവുമായ പള്ളിയിലേക്ക് കയറുമ്പോൾ തന്നെ എന്തെന്നില്ലാത്ത ഒരു ആത്മനിർവൃതി നമ്മൾക്ക് തോന്നാറുണ്ട്. പെരുന്നാളായതിനാൽ പള്ളിയും പരിസരവും നയനമനോഹരമായ ദീപാലങ്കാരത്താൽ മനസ്സിന് കുളിർമ നൽകുന്നു. പുണ്യാളന്റെ തിരുസ്വരൂപം കാണാൻ എന്തെന്നില്ലാത്ത തിരക്കും ഇവിടെ കാണാം. എല്ലാ ഭക്തജനങ്ങൾക്കും ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞറിയിക്കാനുണ്ട്. വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ മുന്നിലെത്തുമ്പോൾ എല്ലാവർക്കും ഒരുപാട് സങ്കടങ്ങളാണ് പറഞ്ഞറിയിക്കാനുള്ളത്. ഒരുപാട് പേർക്ക് ജീവിതത്തിലെ നേട്ടങ്ങളെ അറിയിക്കുവാനുണ്ട്, സന്തോഷത്തെ പകരുവാനുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകളെ നമ്മൾക്ക് ഈ പള്ളിയിൽ കാണുവാൻ സാധിക്കും. ഏതെല്ലാം രാജ്യത്തു നിന്നാണോ നാനാജാതി മതസ്ഥരാണ് ഈ പള്ളിയിലേക്ക് പെരുന്നാൾ സമയത്ത് എത്തിച്ചേരുന്നത്. ഇവിടെ പ്രധാനമായിട്ടും പങ്കുവഹിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന കുറച്ച് ജനങ്ങളാണ്. ലക്ഷക്കണക്കിന് ആളുകളാണ് തമിഴ്നാട്ടിൽ നിന്നും വിശുദ്ധ പുണ്യാളനെ കാണുവാൻ വേണ്ടിയിട്ട് ഈ എടത്വ പള്ളിയിലേക്ക് വരുന്നത്. ഇവിടെ പ്രധാന മദ്ബഹയ്ക്കകത്ത് ഏറ്റവും മുകളിൽ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ കിരീടധാരണം കാണാം. അതിനു മുകളിൽ പരിശുദ്ധാത്മാവിൻ്റെ രൂപവും മാതാവിൻ്റെ മുൻപിലായി ധൂപം വീശുന്ന മാലാഖമാരെയും കാണാൻ സാധിക്കും. ഇവിടെ ആദ്യ ദേവാലയം സ്ഥിതി ചെയ്തത് മാതാവിൻ്റെ നാമത്തിലാണ്. അതിനാൽ ഇവിടെ വരുന്ന ഭക്തർക്ക് പരിശുദ്ധ ദൈവമാതാവിൻ്റെയും വിശുദ്ധ ഗീവർഗീസ് സഹദായുടെയും അനുഗ്രഹം ഒരുപോലെ ലഭിക്കുന്നതാണ്. ഈ മദ്ബഹ തങ്കം കൊണ്ട് പൂശിയതാണ്. അതിമനോഹരമാണ് ഈ മദ്ബഹ കാണുവാൻ തന്നെ. ഒരുപാട് ആളുകൾ ഈ മദ്ബഹ കാണുവാൻ തന്നെ ഇവിടെ എത്താറുണ്ട്. വിദേശികൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരിടം തന്നെയാണ്. ഇനി നമുക്ക് ഈ ദേവാലയത്തിൽ വിശുദ്ധന്റെ തിരുസ്വരൂപം എങ്ങനെ വന്നു എന്നുള്ളതൊന്ന് അറിയാം. 1810 സെന്റ് ജോർജ് ദേവാലയം തുടക്കം കുറിക്കുന്നത്. ഇവിടെ ആദ്യം പള്ളികൾ ഇല്ലായിരുന്നു. ആ സമയങ്ങളിൽ ഇവിടെയുള്ള ആളുകൾ വിശുദ്ധ തോമാസ് ശ്ലീഹായാൽ സ്ഥാപിതമായ നിരണം പള്ളിയിലേക്കായിരുന്നു പോയിരുന്നത്. അത് വളരെ ബുദ്ധിമുട്ടായിരുന്നു ആളുകൾക്ക്. ദൂരെയായിരുന്നു ഈ സ്ഥലം. വള്ളങ്ങളിലും മറ്റുമായിരുന്നു ആളുകൾ പോയിരുന്നത്. യാത്ര ബുദ്ധിമുട്ടായതിനാൽ പിന്നീട് കല്ലൂർക്കാട് പള്ളി, ഇന്നത്തെ ചമ്പക്കുളം പള്ളി എന്നറിയപ്പെടുന്ന ആ പള്ളിയിലേക്ക് ആളുകൾ പോകുവാൻ തുടങ്ങി. അവിടെ നേരത്തെ പള്ളി ഇല്ലായിരുന്നു. അതിനുശേഷം അവിടെ പള്ളി വന്നു. ആ സമയങ്ങളിലാണ് ആളുകൾ
കുറച്ചുകൂടി എളുപ്പമായി തോന്നിയതിനാൽ അങ്ങോട്ട് പോകുവാൻ തുടങ്ങിയത്. അതിനാൽ ആളുകൾ കൂടുതലായി അങ്ങോട്ട് തന്നെ പോയി തുടങ്ങി. പിന്നീടുള്ള സമയം സ്വന്തം നാട്ടിൽ തന്നെ ഒരു പള്ളി വേണമെന്ന് ഇവിടെയുള്ള ജനങ്ങൾ ആഗ്രഹിച്ചു തുടങ്ങി. നിരന്തരമായി പള്ളിക്കുള്ള ശ്രമം ആരംഭിച്ചു. അങ്ങനെ അവരുടെ ആഗ്രഹപ്രകാരം പുതിയ ദേവാലയം ഇന്ന് കാണുന്ന എടത്വ പള്ളി 1836 പണിയുവാൻ സാധിച്ചു. അപ്പോൾ പള്ളിയിലേക്ക് വിശുദ്ധന്റെ ഒരു രൂപം വേണമെന്ന് ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിച്ചു തുടങ്ങി. അതിനാൽ പള്ളി പണി പൂർത്തിയായി കഴിഞ്ഞാൽ അവിടെ വെക്കുവാൻ ഒരു രൂപം തീർച്ചയായിട്ടും വേണം. അങ്ങനെ മെത്രാന്റെ നിർദ്ദേശപ്രകാരം ഇടപ്പള്ളി പള്ളിയിലേക്ക് ഇവിടുത്തെ ജനങ്ങൾ പോയി. അങ്ങനെ അവിടെ ചെന്നപ്പോൾ തട്ടിൻപുറത്ത് കുറച്ച് രൂപങ്ങൾ ഉണ്ട് എന്ന് അറിയുവാൻ സാധിച്ചു. അവർ തട്ടിൻപുറത്ത് കയറി രൂപങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരുന്നപ്പോൾ പൊടി പൊടിച്ച് ഒരു രൂപം തട്ടിൻപുറത്ത് കിടക്കുന്നതായിട്ട് കണ്ടു. ആ രൂപത്തിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു. ഒരു കൈ ഒടിഞ്ഞതായിട്ട് തന്നെയായിരുന്നു. ഒരു കൈയില്ലാത്ത ഒരു രൂപമായിരുന്നു. അത് വിശുദ്ധ ഗീവർഗീസാദയുടെ രൂപമായിരുന്നു. അങ്ങനെ അവർക്ക് അത് തന്നെ മതി എന്ന് പറഞ്ഞുകൊണ്ട് ആ രൂപം എടുത്തുകൊണ്ട് അവർ വെളിയിലേക്ക് ഇറങ്ങിയ സമയത്താണ് പെട്ടെന്ന് പള്ളിയിൽ മിന്നലുണ്ടായി. അവിടെ മണികൾ തമ്മിൽ കൂട്ടിയിടിച്ചു എന്നാണ് അറിയുവാൻ സാധിച്ചത്. അപ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിലായി, ഇവർ കൊണ്ടുപോകുന്നത് ശക്തിയുള്ളൊരു രൂപം തന്നെയാണ്. ഇന്ന് വരെയും അവർ ഈ തട്ടിൻപുറത്ത് ഇത് അറിയാതെ പോയല്ലോ എന്ന് തന്നെ അവർ വിചാരിച്ചു തുടങ്ങി. അങ്ങനെ അവർക്ക് എത്രയും പെട്ടെന്ന് ഈ നമ്മുടെ എടത്വയിലെ ജനങ്ങൾക്ക് ഇത് ഇവിടെ എത്തിക്കണമെന്നുള്ളൊരാഗ്രഹം ഉണ്ടായി. പെട്ടെന്ന് തന്നെ അവർ വള്ളത്തിൽ ഈ രൂപം ഇവിടെ എത്തിക്കുകയാണ് ഉണ്ടായത്. പക്ഷെ ഇടപ്പള്ളിക്കാർക്ക് മനസ്സിലായത്, അവിടെ ഒരു വലിയൊരു ഇടിമുഴക്കം കേട്ടപ്പോൾ മാത്രമാണ് ഈ രൂപത്തിൻ്റെ ശക്തി മനസ്സിലായത്. അങ്ങനെ ഇതാണ് അവിടെ ഇടപ്പള്ളി പള്ളിയിൽ നിന്നും എടത്വയിലേക്ക് കൊണ്ടുവന്ന ഇത്രയും പുണ്യവാനായ വിശുദ്ധ ഗീവർഗീസാദയുടെ ഈ രൂപം. ഇപ്പോൾ ഈ കൈ ഒരെണ്ണം ഇതിൽ വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. സ്വർണം പൂശിയിരിക്കുന്ന ഒരു രൂപമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇത് എടത്വ പള്ളിയിലെ തിരുസ്വരൂപം വെളിയിലേക്ക് ആളുകൾക്ക് കാണുവാൻ വേണ്ടി ഇറക്കി കൊടുക്കുന്ന ഇപ്പം നമ്മൾ കാണുന്നത് ഒരുപാട് തേജസ്വിയായ, ഒരുപാട് അനുഗ്രഹങ്ങൾ തരുന്ന വിശുദ്ധ പുണ്യാളന്റെ തിരുസ്വരൂപമാണ് നമ്മൾക്ക് ഇപ്പോൾ ദർശിക്കുവാൻ സാധിച്ചത്. ഈ പെരുന്നാളിൽ ഏറ്റവും പ്രാധാന്യം തമിഴ്നാട്ടിലുള്ള വിശ്വാസികൾക്ക് തന്നെയാണ്. അവർ ഇവിടെ വന്ന് പെരുന്നാൾ നടത്തി തിരിച്ചു പോകുന്നതോടെ പ്രധാന പെരുന്നാൾ കഴിയുന്നു. പിന്നീട് മെയ് 7-ാം തീയതി ഭക്തി നിർഭരമായ റാസയോടെ പ്രധാന പെരുന്നാൾ കഴിയുകയാണ്. പിന്നീട് കുറച്ച് ദിവസത്തേക്ക് നാട്ടുകാരുടെ പെരുന്നാളായിട്ടാണ് ആഘോഷിക്കുന്നത്. പെരുന്നാൾ സമയം പൊന്നിൻ കുരിശ് ഇറക്കാറുണ്ട്. 1888 ഈ പൊന്നിൻ കുരിശ് നിർമ്മിച്ചത്. നല്ല തൂക്കത്തിൽ തന്നെയാണ് പൊന്നിൻ കുരിശ് നിർമ്മിച്ചിരിക്കുന്നത്. വൻ സുരക്ഷയോടുകൂടി തന്നെ ഈ കുരിശ് ഇവിടെ സൂക്ഷിക്കുന്നു. വളരെ നല്ല വാസ്തുവിദ്യയോടുകൂടി തന്നെയാണ് ഈ പൊന്നിൻ കുരിശ് നിർമ്മിച്ചിട്ടുള്ളത്. പുരാവസ്തു ഗണത്തിലാണ് ഈ കുരിശ് അറിയപ്പെടുന്നത്. തീർച്ചയായിട്ടും എടത്വ പള്ളി എല്ലാവർക്കും ഒരു അത്ഭുതം തന്നെയാണ്. ഉറപ്പില്ലാത്ത ഒരു ഭൂമിയിൽ എപ്പോഴും വെള്ളപ്പൊക്കവും അടിത്തട്ട് മുഴുവനും വെള്ളത്താൽ നിറഞ്ഞിരിക്കുന്നതായി ഈ ഭൂമിയിൽ ഇത്ര മനോഹരമായി ഇത്രയേറെ വർഷങ്ങളായിട്ട് ഒരു കോട്ടവും പറ്റാതെ, ഭിത്തിക്ക് പോലും യാതൊരു ക്ഷതവും ഏൽക്കാതെ ഈ ഒരു പുണ്യഭൂമിയിൽ ഈ പള്ളി നിലനിൽക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരു അത്ഭുതം തന്നെയാണ്. ഗവേഷകർക്ക് പോലും ഒരു അത്ഭുതമായി തന്നെയാണ് എടത്വ പള്ളി കാണുന്നത്. അത്രയ്ക്കും ഉറപ്പുള്ള ഒരു അടിത്തറയായിട്ടാണ് നമുക്ക് ഈ പള്ളിയിൽ കാണാൻ സാധിക്കുന്നത്. ഇനിയും ഈ പള്ളിയുടെ പ്രധാന പ്രത്യേകതയാണ് ഈ ലൈറ്റ് അറേഞ്ച്മെന്റ്സ്. പ്രധാനപ്പെട്ട ഈ ദീപാലങ്കാരത്തോടുകൂടി പള്ളി വളരെയധികം മനോഹരമാകുന്നു. ഓരോ പ്രാവശ്യവും ഓരോരുത്തർ സ്പോൺസർ ചെയ്തുകൊണ്ടാണ് ഈ ദീപാലങ്കാരങ്ങൾ ചെയ്യുന്നത്. ചില ആളുകൾ അവരവരുടെ നേർച്ചയായിട്ട് തന്നെ ഏറ്റെടുത്തുകൊണ്ടാണ് പ്രമുഖരായ പല വ്യക്തികളും ഈ ദീപാലങ്കാരങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പള്ളിയുടെ ചുറ്റോടു ചുറ്റും
പലതരത്തിലുള്ള ദീപങ്ങളാൽ അലങ്കൃതമാണ്. ഈ ലൈറ്റ് കാണാൻ തന്നെ ദൂരത്തു നിന്നും ആളുകൾ ഈ പള്ളിയിലേക്ക് എത്താറുണ്ട്. രാത്രി സമയങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പള്ളിയിലേക്ക്, നാട്ടുകാരായ ആളുകൾ എത്തിത്തുടങ്ങുന്നത്. ആ മനോഹാരിത ആ ലൈറ്റിൽ കാണുവാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ആളുകളും ആ സമയങ്ങളിൽ എത്തിച്ചേരുന്നത്. തമിഴ്നാട്ടുകാർ കൊടിമരത്തിൽ പട്ടുതുണി ഉടുപ്പിച്ചാണ് പെരുന്നാൾ ആഘോഷം നടത്തുന്നത്. അവിടെ എണ്ണയൊഴിച്ച് കൊടിമരത്തിൽ അഭിഷേകം ചെയ്യുന്നു. അങ്ങനെ അവിടെ നിൽക്കുന്ന, അതിന് തൊട്ടരികത്തായി നിൽക്കുന്ന തേക്കുമരത്തിനും ഒരു പ്രത്യേകതയുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും രോഗസൗഖ്യത്തിനും ബാധ ഒഴിപ്പിക്കലിനുമായിട്ടാണ് അവർ ഉപയോഗിക്കുന്നത്. അവരുടെ ഒരു പ്രധാന വിശ്വാസമാണ് ഈ രണ്ട് കാര്യങ്ങളും ചെയ്യുമ്പോഴും രോഗസൗഖ്യം, എന്തെങ്കിലും ബാധ ഉണ്ടാകുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ തേക്കലയിൽ കൂടി, ഈ തേക്ക് മരത്തിൻ്റെ ഒരു പ്രത്യേകതയിൽ കൂടി അവർക്ക് ബാധ ഒഴിപ്പിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു കാര്യവും അവരവിടെ നടത്തിക്കൊള്ളുന്നു. പെരുന്നാളിന് രൂപ ഇറക്കുമ്പോൾ വെറ്റില എറിയുന്ന ചടങ്ങും ഇവിടെ കാണാം. നാനാജാതി മതസ്ഥർ ഇഷ്ടിക തലയിൽ ചുമന്ന് അവരവരുടെ ആവശ്യങ്ങൾ പറഞ്ഞു നടക്കുന്നതും നമ്മൾക്ക് കാണുവാൻ സാധിക്കും. ഒരുപാട് നേർച്ച കാഴ്ചകളാണ് വിശുദ്ധ ഗീവർഗീസ് സഹദായിക്ക് ഈ ജനങ്ങൾ കൊടുക്കുന്നത്. ആരും വെറും കൈയോടെ വിശുദ്ധ ഗീവർഗീസ് സഹദായെ കാണുവാൻ എത്താറില്ല. എന്തെങ്കിലും ഒന്ന് കരുതിക്കൊണ്ടായിരിക്കും ഗീവർഗീസ് സഹദായുടെ അടുത്തേക്ക് എത്തുന്നത്. കാരണം അവർ പ്രാർത്ഥിച്ച, അവർ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ മധ്യസ്ഥതയിൽ അവർക്ക് സാധിച്ചു കിട്ടി എന്നുള്ള ഒരു അനുഗ്രഹം, അതിൻ്റെ നന്ദി സൂചകമായിട്ടായിരിക്കും ജനങ്ങൾ ഇവിടേക്ക് എത്തുന്നത്. ഈ ഇഷ്ടിക ചുമന്നിട്ടാണ് അവരവരുടെ ആവശ്യങ്ങൾ പറഞ്ഞ് ഈ പള്ളിക്ക് ചുറ്റുമായിട്ട് നടക്കുന്നത്. കുടയെടുത്ത് നടക്കുന്നവരുണ്ട്, അമ്പും വില്ലും എടുത്ത് നടക്കുന്നവരുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള നേർച്ച കാഴ്ചകൾ നമ്മൾക്ക് ഇവിടെ കാണാം. വിശ്വാസത്തിൻ്റെ ഒരു നിറകുടമാണ് എടത്വാ പള്ളി. ഇനിയും നേർച്ച ചരടിനെ കുറിച്ച് ഒരു സംഭവ കഥ പറയാം. വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ തിരുസ്വരൂപ ദർശനത്തിന് ശേഷം വിശ്വാസികൾക്ക് നേർച്ച ചരട് കിട്ടാറുണ്ട്. പള്ളിയിൽ എത്തുവാൻ പറ്റാത്ത പല വിശ്വാസികളും പോയവരോട് ഈ ചരട് കൊണ്ടുതരുവാൻ പറയാറുണ്ട്. ഇതിൻ്റെ ഒരു സംഭവ കഥ ഇപ്രകാരമാണ്. തമിഴ് വിശ്വാസികൾ ഏറെ വരുന്ന ഈ പള്ളിയിൽ കന്യാകുമാരിയിൽ നിന്നുള്ള ഒരു തുറക്കാർക്ക് മത്സ്യലഭ്യത കുറഞ്ഞത് കാരണം ഒരു തവണ പെരുന്നാളിന് എത്തുവാൻ പണം കിട്ടാതെയായി. എന്നാൽ അവർ കഷ്ടപ്പാട് സഹിച്ച് കാൽനടയായി തിരുസ്വരൂപം ദർശിക്കുവാനായി എടത്തുവായിലെത്തി. എന്നാൽ തിരികെ പോരുമ്പോൾ എടത്തുവായിൽ നിന്നും കിട്ടിയ നേർച്ച ചരടുമായാണ് അവർ മടങ്ങിയത്. അങ്ങനെ നാട്ടിലെത്തിയപ്പോൾ ധാരാളം മീൻ അവർക്ക് മത്സ്യബന്ധനത്തിലൂടെ കിട്ടി. അങ്ങനെ പണം കിട്ടിയെന്നാണ് പറയുന്നത്. ഈ ഒരു വിശ്വാസത്തിൽ പിന്നീട് വരുന്ന വിശ്വാസികൾ ഈ നേർച്ച നൂൽ വാങ്ങുകയും അവരുടെ വള്ളങ്ങളിൽ കെട്ടുകയും ചെയ്യാറുണ്ട്. ഈ ചരട് ചെറുതായി മുറിച്ച് വെഞ്ചരിച്ചാണ് വിശ്വാസികൾക്ക് നൽകുന്നത്. പലരും ഈ ചരട് ഉപയോഗിച്ച് അവരുടെ ആവശ്യങ്ങൾ സാധിച്ച് കിട്ടാറുണ്ട്. ഈ ചരട് കയ്യിൽ കെട്ടി അവരവരുടെ ആവശ്യം സാധിക്കുന്ന സമയത്ത് ഈ ചരട് തനിയെ പൊട്ടിപ്പോകുമെന്നാണ് ഒരു വിശ്വാസം പറയുന്നത്. തീർച്ചയായിട്ടും ഇതിൽ എനിക്കും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വളരെ അത്ഭുത സിദ്ധിയുള്ള ഒരു ചരട് തന്നെയാണ് നമ്മളുടെ കയ്യിൽ നമ്മൾ കെട്ടുന്നത്. പെരുന്നാളിൻ്റെ വ്യാപാരമേളയും വളരെ പ്രശസ്തമാണ്. ചരിത്രത്തിൽ ഇടം പിടിച്ച ഒന്ന് തന്നെയാണ്. ഇതിൻ്റെ പിന്നിലും ഒരു സംഭവ കഥയുണ്ട്. പണ്ട് കാലത്ത് ഏറ്റവും കൂടുതലും ചരക്ക് വ്യാപാരം തുറമുഖങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു നടന്നിരുന്നത്. അന്ന് ആലപ്പുഴയിൽ നിന്നും നാഗർകോവിൽ, കന്യാകുമാരി ഭാഗങ്ങളിലേക്ക് വാണിജ്യ സംഘങ്ങൾ എത്തിയിരുന്നു. ഒരിക്കൽ രാത്രിയിലെ യാത്രയിൽ വ്യാപാരികൾ വന്ന വള്ളം കാറ്റിലും മഴയിലും പെട്ട് മറിയുകയും അതിൻ്റെ നയമ്പ് നഷ്ടപ്പെടുകയും ചെയ്തു. അപ്പോൾ ദിശ തെറ്റിയ വള്ളത്തിലെ വ്യാപാരികൾ ഒരു അശരീരി കേട്ടു. അങ്ങനെ ആ നിർദ്ദേശപ്രകാരം യാത്ര എടത്വാ പള്ളിയിലെ കടവിലാണ് എത്തിയത്.
അവിടെ വെച്ച് അവർക്ക് നഷ്ടപ്പെട്ട നയമ്പ് കിട്ടി എന്നാണ് ചരിത്രം പറയുന്നത്. അങ്ങനെ പള്ളിയിൽ ഇറങ്ങി തിരികെത്തിച്ച് പ്രാർത്ഥിച്ചു. അവർ തിരിച്ചുപോയി. പിന്നീട് വന്ന തലമുറകളും ഈ പള്ളിയിൽ വന്ന് നേർച്ച അർപ്പിച്ച് വ്യാപാരം തുടങ്ങി അഭിവൃദ്ധി പ്രാപിച്ചു എന്നാണ് പറയുന്നത്. അതിന്റെ ഭാഗമായി ഇന്നും ഈ വ്യാപാരം ഇവിടെ നടക്കുന്നു. ഇനി ആരാണ് വിശുദ്ധ ഗീവർഗീസ് സഹദ എന്ന് പറയാം. ഒരു സമ്പന്ന കുടുംബത്തിൽ തന്നെയാണ് ഗീവർഗീസ് സഹദ ജനിച്ചത്. 14-ാം വയസ്സിൽ തൻ്റെ അപ്പനെ നഷ്ടപ്പെട്ടു. പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷം അമ്മയും മരിച്ചു. അങ്ങനെ ഒറ്റയ്ക്കായി. അപ്പൻ ഒരു പട്ടാളക്കാരനായിരുന്നു. ഗീവർഗീസ് സഹദ അപ്പൻ്റെ മാർഗം തന്നെ പോകണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെ ഡയക്ലീഷ്യൻ ചക്രവർത്തിയുടെ കീഴിൽ ഒരു പടയാളിയായി സേവനം അനുഷ്ഠിച്ചു. 20-ാം വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ ചക്രവർത്തിയുടെ അംഗരക്ഷകനായ സ്ഥാനക്കയറ്റം ലഭിച്ചു. ഇത്ര വലിയ സ്ഥാനമാനത്തിലും ക്രിസ്തു എന്ന നാമം അദ്ദേഹം വളരെ വലുതായി സൂക്ഷിച്ചു. ഡയോക്ലീഷ്യൻ ചക്രവർത്തി ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ചിരുന്ന കാലം ഗീവർഗീസിനോട് ചക്രവർത്തിക്ക് വളരെ സ്നേഹമായിരുന്നു. എന്നാൽ ക്രിസ്തുവിനെ ഉപേക്ഷിക്കുവാൻ ഗീവർഗീസിന് നിർദ്ദേശം കൊടുത്തു. എന്നാൽ അദ്ദേഹം അതിന് തയ്യാറാകാതെ ധാരാളം ആളുകളെ ക്രിസ്തുവിലേക്ക് നയിക്കുകയും ചെയ്തു. അങ്ങനെ വിശുദ്ധനെ കൊല്ലുവാൻ ഉത്തരവിട്ടു. ഒരുപാട് ക്രൂരമായി ഉപദ്രവിച്ചു. സമ്പന്നനായിരുന്ന അദ്ദേഹം ചക്രവർത്തി വിചാരണ ചെയ്യുന്ന കാലത്ത് പാവങ്ങൾക്ക് ദാനമായി തൻ്റെ സ്വത്തുക്കളെല്ലാം വിഭജിച്ച് നൽകി. അങ്ങനെ അദ്ദേഹത്തെ കൽത്തുറുങ്കിൽ അടച്ചു. ധാരാളമായി വീണ്ടും പീഡിപ്പിച്ചു. എന്നാൽ ദൈവം പ്രത്യേക സംരക്ഷണം നൽകി അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. ഒരുപാട് അത്ഭുത പ്രവൃത്തികൾ ചക്രവർത്തിയുടെ മുൻപിൽ ഈ വിശുദ്ധൻ ചെയ്തെങ്കിലും അതിലൊന്നും ചക്രവർത്തി വീണില്ല. അവസാനം വിശുദ്ധ ഗീവർഗീസ് സഹദയുടെ തല വെട്ടുവാൻ ചക്രവർത്തി കൽപ്പിച്ചു. അങ്ങനെ പടയാളികൾ അദ്ദേഹത്തിന് തല വെട്ടുമ്പോൾ ദൈവത്തോട് ഒരു കാര്യം ആവശ്യപ്പെട്ടു. താൻ മരിച്ച ശേഷം തൻ്റെ നാമത്തിൽ ദൈവത്തോട് അപേക്ഷിക്കുന്നവർക്ക് അവരുടെ ആവശ്യങ്ങൾ സാധിപ്പിച്ചു കൊടുക്കണമെന്ന് ദൈവത്തോട് അപേക്ഷിക്കുകയും അങ്ങനെ ദൈവം ആ ഒരു വരം നൽകുകയും ചെയ്തു. അതിനാലാണ് വിശുദ്ധ ഗീവർഗീസ് സഹദയോട് നമ്മൾ അപേക്ഷിക്കുന്ന കാര്യങ്ങൾ ഗീവർഗീസ് സഹദയുടെ മധ്യസ്ഥതയിൽ കൂടി നമ്മൾക്ക് സാധിച്ചു കിട്ടുന്നത്. ഇനി ഗീവർഗീസ് സഹദ കുതിരപ്പുറത്ത് ഇരുന്നു കൊണ്ട് ഒരു ഭീകര സർപ്പത്തെ കുന്തത്താൽ കൊല്ലുന്നത് നമ്മൾ കാണുന്നുണ്ട്. എല്ലാ പടത്തിലും അത് തന്നെയാണ് കാണുന്നത്. ഇത് നമുക്ക് ഏവർക്കും പരിചിതമാണ്. ഭയങ്കരനായ ഒരു സത്വം ഒരു ഗുഹയിൽ താമസിച്ചുകൊണ്ട് അവിടെയുള്ള ജനങ്ങളെ തിന്നുമായിരുന്നു. അവസാനം അവിടുത്തെ രാജകുമാരിയെ തിന്നാൻ കൊടുക്കുന്ന ദിവസം ഗീവർഗീസ് സഹദ അവിടെ എത്തുകയും ദൈവശക്തിയാൽ ആ സത്വത്തെ കുന്തത്താൽ കുത്തിക്കൊല്ലുകയും ചെയ്തു. അങ്ങനെ അവിടെയുള്ള ആളുകൾക്ക് ജീവൻ തിരിച്ചു കിട്ടുന്ന അവസ്ഥയിലേക്ക് വന്നപ്പോൾ ഒരുപാട് അനുഗ്രഹങ്ങളും സന്തോഷങ്ങളും ആ ഒരു ദേശത്തിന് കിട്ടിയപ്പോൾ അവരെല്ലാവരും ഗീവർഗീസ് സഹദ ആരാധിക്കുവാൻ തുടങ്ങി. പക്ഷേ അപ്പോഴും ചക്രവർത്തി അദ്ദേഹത്തെ വെറുതെ വിട്ടില്ല. ഇതൊന്നും ചക്രവർത്തിക്ക് ഇഷ്ടപ്പെടാതെയായി. അവസാനം അദ്ദേഹത്തെ കൊല്ലുവാൻ തീരുമാനിക്കുകയും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹത്തെ വധിക്കുകയും ചെയ്തു. ചെറിയ പ്രായത്തിൽ തന്നെ ഒരുപാട് പീഡനങ്ങൾ ഏറ്റ് ഒരുപാട് വേദനകൾ സഹിച്ച് രക്തസാക്ഷിയായി ക്രിസ്തുവിന് വേണ്ടി മരിച്ച വിശുദ്ധ ഗീവർഗീസ് സഹദയുടെ അനുഗ്രഹങ്ങളും പ്രാർത്ഥനയും മധ്യസ്ഥവും നമ്മൾക്ക് എപ്പോഴും അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് മറ്റുള്ളവരിലേക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. വീണ്ടും അടുത്തൊരു നല്ല വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നമസ്കാരം.